ഹലോ എവരി വൺ, വെൽക്കം ടു മാപ്സ്ടെക് മീഡിയ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് മലയാളികൾക്ക് ഭയങ്കര സുപരിചിതമായ രണ്ട് പേരാണ്. നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചൊക്കെ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്ത രണ്ടുപേര്. അപ്പോൾ വേറെ ആരുള്ളത് ജയശങ്കർ ചേട്ടനും പ്രിയങ്ക ചേച്ചിയാണ്. വെൽക്കം ടു മാപ്സ്ടെക് മീഡിയ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. അതെ. അപ്പോൾ നമ്മുടെ ഒരു സിനിമ ഇങ്ങനെ റിലീസിന് പറയുക സൂപ്പർ ജിംനി അല്ലേ? അപ്പം അതിനെ പറ്റിയിട്ട് കൂടുതൽ വിശേഷങ്ങൾ പറയാമോ? നിങ്ങളുടെ ക്യാരക്ടർ ഇങ്ങനെയൊക്കെയെന്നെല്ലാം ആരാധന പറയുന്നത്? എനിക്ക് അങ്ങനെ വലിയ എന്താ പറയാ, പ്രത്യേകിച്ച് ഒരു ഭയങ്കര ഗിമിക്സ് കാണിക്കുന്ന ക്യാരക്ടർ ഒന്നുമല്ല. ഒരു ഈ പടത്തിനകത്ത് സൂപ്പർ ജെമിനി എന്ന് പറഞ്ഞ പടത്തിനകത്ത് എല്ലാവരും ഒരു നാടൻ രീതിയിലുള്ള അപ്രോച്ചാണ് ഈ പടത്തിൽ വന്നിരിക്കുന്നത് മുഴുവൻ. അപ്പം അതിനകത്ത് ഒരു എന്താ പറയാ, ആ നാട്ടിലുള്ള ഒരു സാധാരണ ഒരു സ്ത്രീ കുറച്ച് തൻ്റെടിയായിട്ട് ഈ നമ്മുടെ ഈ എന്താ പറയാ കുടുംബശ്രീയിലൊക്കെ പോകുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ. കുറച്ച് തൻ്റെ ഉണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ സംഭവമൊന്നുമില്ല. പക്ഷെ പടം നല്ലൊരു എന്താ പറയാ, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണാൻ പറ്റിയൊരു പടമാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചുള്ള ഒരു കുറെ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. അതിനോടൊപ്പം തന്നെ സഞ്ചരിക്കാനാണ് ഈ പടം നോക്കിയിട്ടുള്ളത്. ഇതിനകത്ത് കുറെ ട്വിസ്റ്റുകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പടങ്ങൾ കണ്ട് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഞങ്ങളായിട്ടൊന്നും പറഞ്ഞ് അധികം തരുന്നില്ല. പിന്നെ ചേട്ടൻ്റെ ക്യാരക്ടർ ഞാൻ കുറച്ചൊക്കെ കണ്ടാണ്. അസാധ്യമായ ക്യാരക്ടറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്താ കൂടുതൽ പറയാമോ? എന്ത് ക്യാരക്ടറാണ്? ഈ പടത്തെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഒരു ടീനേജ് ഗേള്, ഒരു കുട്ടിക്ക്, ഇപ്പോൾ ഒരു പെൺകുട്ടി അവൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, അവൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, അവൾക്കുണ്ടാകുന്ന വെല്ലുവിളികൾ, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രമേയം. അത് ആ ഒരു സംഗതികളൊക്കെയാണ് ഇതിന് അഡ്രസ്സ് ചെയ്യുന്നത് ഈ ഫിലിം. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങനെ സാധാരണ ഈ അടുത്തൊന്നും അങ്ങനെ പടം വന്നിട്ടില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. പിന്നെ ഒരു ഗ്രാമമായതുകൊണ്ട് അതിനകത്തുള്ള നിഷ്കളങ്കതയും, പിന്നെ അതുപോലെ തന്നെ ഗ്രാമത്തിലും ഉണ്ടല്ലോ ഇപ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള കഥാപാത്രങ്ങളും വന്നു പോകുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. എല്ലാ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തവർക്ക് പോലും ഒരു ഐഡൻറ്റിറ്റി കിട്ടുന്ന മാതിരി ഒരു സ്പേസ് ഉള്ള ഒരു ചിത്രമാണ്. എൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് സാധാരണ ഗ്രാമപ്രദേശത്തൊക്കെ കണ്ടു പരിചിതമായിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചെറിയ കഥാപാത്രമാണ്. ഇപ്പം ചേട്ടൻ്റെ ആണെങ്കിലും ഈ ഗ്രാമപ്രദേശമായിട്ട് ഒരു റിലേറ്റഡ് ഒരുപാട് കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡിഫറെന്റ് ആണോ ഈ ഒരു കഥാപാത്രം? എന്തെങ്കിലും ഒരു എടുത്തു പറയാനുള്ള ഒരു ക്യാരക്ടർ? എല്ലാവരോടും വലിയ സ്നേഹവും, ഈ കുട്ടിയോട് പിന്നെ കൊച്ചുമകളാണ്, അപ്പം ആ കുട്ടിയോടുമൊക്കെ വളരെ സ്നേഹമാണ്. പക്ഷെ ഇയാളുടെ ഒരു ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പല രീതിയിലും ലഹരിക്ക് കഴിച്ചിട്ട് അടിമാവുന്നു. അപ്പോൾ സ്നേഹമുള്ള സമയത്തുള്ള ഒരു പെരുമാറ്റവും മറ്റുമായിട്ട് കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഒരു കഥാപാത്രം.